ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പിന്നേഴ്സ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് സ്പിന്നേഴ്സ് ഉണ്ടാക്കിയെടുക്കാം നോക്കാം. അപ്പോൾ ഞാനൊരു ഐഡിയ ആണ് ഇന്നത്തെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് കട്ടിയുള്ള എന്തെങ്കിലും പേപ്പർ എടുത്താൽ മതി. പിന്നെ ഇതുപോലെ ഒരു കോയിൻ എടുത്തിട്ടുണ്ട്. 1 രൂപയുടെ കോയിനാണ്. 2 രൂപയുടെ ആ ഒരുവിധം വലുതായിട്ടുള്ളൊരു കോയിൻ വേണം നമുക്ക് എടുക്കാനായിട്ട്. തീരെ ചെറിയ 1 രൂപയുടെ കോയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ സ്പിന്നേഴ്സ് അത്രയും ചെറുതായി പോകും. എന്നിട്ട് ഇതേപോലെ കാണുന്ന പോലെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് ആകെ വേണ്ടത് 4 വട്ടങ്ങളാണ്. അതിലൊരെണ്ണം നടുക്കും, മറ്റേത് 3 ഇതുപോലെ ചുറ്റിലും വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്പിന്നേഴ്സ് വരുന്ന രീതിയിൽ. ഇതൊരു മോഡൽ സ്പിന്നേഴ്സിൻ്റെ മോഡലാണ്. ഇതേപോലെ പല പല മോഡലുകൾ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇതേപോലെ സിസർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കാം. എനിക്കിന്ന് രാവിലെ മുതൽ നല്ല സുഖമില്ല, അതുകൊണ്ട് സൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എഡിറ്റിംഗ് കഴിയാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ എല്ലാവരും കട്ട് ചെയ്തെടുക്കാം. ഒരുവിധം കട്ടിയുള്ളത് വേണം നമുക്ക് എടുക്കാനായിട്ട്. നിങ്ങളുടെ കട്ടിയുള്ള കാർഡ്ബോർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നോട്ട് ബുക്കിൻ്റെ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി ഒട്ടിച്ചിട്ടായാലും ഇതേപോലെ ഒരു കട്ടി വരുത്തി എടുക്കുക. മാഗസീൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൻ്റെയൊക്കെ ഒരുവിധം കട്ടി ഉണ്ടാവുക ഒരു കടലാസിന്. അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ഷീറ്റ് തന്നെ കൂട്ടി ഒട്ടിച്ചാലും എടുക്കുക. എന്നാലും കാർഡ്ബോർഡ് ഒട്ടിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് എളുപ്പം. പിന്നെ ഇതേപോലെ 2 എണ്ണം കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ തന്നെ 2 എണ്ണം ഒരേ സൈസിന് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കോയിൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ 1 രൂപയുടെ കോയിനാണ്, പക്ഷേ ഒരുവിധം വലുതാണ്. 2 രൂപയുടെ കോയിൻ്റെ ആ ഒരു സൈസ് തന്നെയുണ്ട്. ഇതിലും ചെറിയ 1 രൂപയുടെ കോയിനുണ്ട്, പക്ഷേ സ്പിന്നർ ഭയങ്കര ചെറുതായി പോകും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ക്രാഫ്റ്റിയാണ് ഈ ഒരു ഐഡിയ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഒരു ഐഡിയ ചെയ്യുകയാണ്. ഇതിന് മുന്നേ എൻ്റെ കയ്യിൽ സ്പിന്നേഴ്സൊന്നും ഉണ്ടായിട്ടില്ല. ഞാനത് കണ്ടിരിക്കുന്നത് 5-ാം പാതിര സിനിമയിലാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സാധനം പ്ലേ സെറ്റിലൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഒരുപാട് പ്ലേ സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കാം. നമ്മൾ അതിന് വേണ്ടി മാത്രമായിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹോം മെയ്ഡ് തിങ്സ് ആൻഡ് പ്ലേയിങ് സെറ്റ് എന്നാണ് അതിൻ്റെ പേര്. എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പ്ലേയിങ് സെറ്റിൻ്റെ വീഡിയോ കിട്ടും. പിന്നെ ഞാനൊരു സൂചി വെച്ചിട്ട് ഇതേപോലെ 2-3 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നടുക്കത്ത് ഇതിമേൽക്ക് മാത്രം. എന്നിട്ട് ഇത് വെച്ചിട്ടൊന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു നടുക്കുള്ള ഭാഗത്തിനും പിന്നെ നമ്മൾ 2 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തതിനുമാണ് ഇതേപോലെ ചെയ്യേണ്ടത്. എന്നിട്ട് ഈ 3 എണ്ണത്തിൻ്റെ ഹോളും നമുക്ക് ഒരേ ലെവലിൽ തന്നെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ സൂചി വെച്ചിട്ടൊന്ന് ചെയ്തപ്പോൾ നമുക്കിത് ഇതേപോലെ കറക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് കൈ പിടിച്ച് ഇങ്ങനെ വെക്കേണ്ടേ. അതിന് പകരമായിട്ട് നമുക്ക് ചെറിയൊരു ഇറുക്കിലെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ആദ്യം കുറച്ച് ടൈറ്റ് ഉണ്ടാവും. എന്നാലും നമ്മളിതുപോലെ കറക്കി കളിച്ച് കഴിയുമ്പോൾ കുറച്ച് ലൂസാവും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ ചെയ്യാം. ഇതിപ്പോൾ കയറാനായിട്ട് ഇത്തിരി പ്രയാസമുണ്ട്. എന്നാലും നമുക്ക് കൂടുതൽ സ്പിന്നേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എളുപ്പം ഇതുപോലെ ടൈറ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു പേന വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ആ ഹോളൊന്ന് കറക്റ്റാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇതിപ്പോൾ കയറാനായിട്ട് ഇത്തിരി പ്രയാസമുള്ളത് വലിയ കുഴപ്പമില്ല, കാരണം നമുക്ക് കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത്തിരി ലൂസാകും. അപ്പോൾ ഇതുപോലെ ഇരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഒരുപാട് ലൂസായിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറങ്ങാനും അതേപോലെ ഊരിപ്പോരാനുള്ള ചാൻസൊക്കെ വളരെ കുറവാണ്. കറക്കം അത്ര ശരിയായിട്ട് വരില്ല. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയയാണ് നമ്മൾ ഇന്നത്തെ ചെയ്തിട്ടുള്ളത്. സ്പിന്നേഴ്സാണ്. ഇത് ഒരു ഐഡിയ മാത്രമാണ്. നമുക്ക് പല രീതിയിൽ ചെയ്യാം, അതുപോലെ പല ഷേപ്പിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ കറങ്ങി ജസ്റ്റ് ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിനായിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ഡെക്കറേഷനും കൂടി ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി. അതേപോലെ ഓരോ കളറുകളൊക്കെ കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇതിനോട് കളർഫുള്ളായിട്ടിരിക്കും. അതേപോലെ എന്തെങ്കിലും കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ മീതേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉള്ള ചേഞ്ചസൊക്കെ വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് പേന വെച്ചിട്ട് തന്നെ കുറച്ച് ഡെക്കറേഷൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കറങ്ങുമ്പോൾ ഒരു രസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തത്. ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ട്രൈഡിപ്പിക്ക് നിങ്ങൾക്ക് അയക്കാനുള്ള മെയിൽ ഐഡിയും ഇൻസ്റ്റാഗ്രാം ഐഡിയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിലേക്ക് എല്ലാവരും അയച്ചോളൂ. ഞാനിപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഇതുപോലെ 2-1 വര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കറങ്ങുമ്പോൾ നല്ല രസം ഉണ്ടാകും. അതേപോലെ പല കളറുകളൊക്കെ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. അപ്പോഴും നല്ല ഭംഗിയുണ്ടാകും. അതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ടുള്ള ചേഞ്ചസൊക്കെ വരുത്താവുന്നതാണ്. ട്രൈഡിപ്പിക്ക് അയക്കാൻ മറക്കരുത്.
അപ്പോൾ ഇതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് കുറച്ച് സ്പിന്നേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ അയച്ചിരുന്ന എല്ലാ ട്രൈഡ് ബുക്കും ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ട്രൈഡ് ബുക്ക് അയച്ചു തന്നിരിക്കുന്നത് അമൃതാകൃഷ്ണയാണ്. അമൃതാകൃഷ്ണ ചെയ്ത് അയച്ചു തന്ന ഒരു വർക്കാണിത്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതേപോലത്തെയും ചെയ്തിരുന്നു. ഇതിൻ്റെ വലുതായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ പിടിക്കാൻ പറ്റുന്ന രീതിയിലും ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. താങ്ക്